ഡയബറ്റിസ്. ഇന്നത്തെ കാലത്ത് ഈ ഡയബറ്റിസ് ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. എനിക്ക് ഉറപ്പാണ് ഇത് കാണുന്ന ആൾക്കാരുടെ വീട്ടിൽ ഒരാളെങ്കിലും ഡയബറ്റിക് ആയിരിക്കും. ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഡയബറ്റിക് ആയിരിക്കാം. അപ്പോ ഈ ഡയബറ്റിസ് പേടിക്കേണ്ട ഒന്നാണോ? കുറച്ച് പേടിച്ചാൽ നല്ലതായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡയബറ്റിക് കണ്ടീഷന് മുന്നേ പല ആൾക്കാരും ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ പലവരും അതിനെപ്പറ്റി അവെയർ അല്ല. സോ ഈ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ തന്നെ ഒരാൾ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവർക്ക് ഡയബറ്റിക് ആവാനുള്ള ചാൻസസ് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ അത് കാരണം ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് തടയാനും നമുക്ക് പറ്റും. നമ്മൾ എങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യും? ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാം. എന്നിട്ട് അതിലുള്ള ഷുഗർ കണ്ടന്റ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗറിന്റെ അളവും നമുക്ക് നോക്കാം. ഇത് രണ്ടും അല്ലെങ്കിൽ HbA1c ടെസ്റ്റിംഗ് ചെയ്യാം. ആൻഡ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആൻഡ് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക HbA1cയിലൂടെയാണ്. ഈ HbA1c റിസൾട്ടിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിലുള്ള ഷുഗർ കണ്ടന്റ്, ഷുഗറിന്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. ഇതുകൊണ്ട് ഓൾറെഡി ഡയബറ്റിക് ആയ ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരെങ്ങനെയാണ് അവരുടെ മരുന്നിനോട് പ്രതികരിക്കുന്നതെന്നും അല്ലെങ്കിൽ അവരുടെ ഡയറ്റിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ അവരെ സഹായിക്കുന്നുണ്ടോ എന്നും നമുക്ക് തിരിച്ചറിയാം. ഇനി ഡയബറ്റിക് അല്ലാത്തൊരു പേഷ്യന്റ് ആണെങ്കിൽ അവർ കഴിഞ്ഞ 3 മാസം അവരെങ്ങനെയായിരുന്നു അവരുടെ ഡയറ്റ് ഫോളോ ചെയ്തത്, അതുകൊണ്ട് അവർക്ക് ഡയബറ്റിക് ആവാനുള്ളൊരു സാധ്യതയുണ്ടോ, ഇതെല്ലാം നമുക്ക് HbA1c ടെസ്റ്റിംഗിലൂടെ അറിയാൻ പറ്റും. നോർമലി ഒരു മനുഷ്യന് 100 ആണ് വരേണ്ടത്. 100 to 125 is a pre-diabetic state and more than 126 ഫാസ്റ്റിംഗിൽ വരികയാണെങ്കിൽ that patient is a diabetic patient. ഓക്കെ, ഇനി ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നോക്കുന്നതെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ അത് ലെസ് ദാൻ 140 ഇസ് നോർമൽ ആൻഡ് ഒരു 140 തൊട്ട് 199 വരെയാണെങ്കിലും ഇറ്റ്സ് എ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ആൻഡ് മോർ ദാൻ 200 ഇസ് എ ഡയബറ്റിക് കണ്ടീഷൻ. ആൻഡ് നേരത്തെ പറഞ്ഞ HbA1c, ഈ HbA1c ടെസ്റ്റിംഗ് നമ്മൾ നോക്കുമ്പോൾ നോർമൽ റേഞ്ചിൽ ലെസ് ദാൻ 5.7 ആണ് വരേണ്ടത്. ഒരു 5.7 തൊട്ടിട്ട് ഒരു 6.4 വരെ ആണെങ്കിൽ അതൊരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ആണ്. മോർ ദാൻ 6.5 ആണെങ്കിൽ അതൊരു ഡയബറ്റിക് കണ്ടീഷൻ ആണ്. ആൻഡ് ഈ പ്രീ ഡയബറ്റിക് എന്തുകൊണ്ട് നമ്മൾ ഏർലി ഡയഗ്നോസിസ് ചെയ്യണമെന്ന് പറയുന്നു? കാരണം ഇനിയിപ്പോ ഡയബറ്റിക് ആവാം എന്നിട്ട് മരുന്ന് കഴിച്ചാൽ പോരെ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അത് തെറ്റാ. കാരണം വെറും ഡയറ്റിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻസും ലൈഫ് സ്റ്റൈലിൽ നമ്മൾ കൊണ്ടുവരുന്ന മോഡിഫിക്കേഷൻസും കൊണ്ട് മാത്രം തടയാൻ പറ്റുന്ന ഒരു ഡയബറ്റിസിനെ ഇനി നമ്മൾ ഇൻസുലിനും മരുന്നും എല്ലാം കുത്തിവെച്ചുകൊണ്ട് വരുത്തണോ? ഇനി അഥവാ ഇനിയിപ്പോ എന്തായാലും നമുക്ക് ഒരു ദിവസം വരും, പക്ഷെ അതൊരു 10 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത്രയും സുഖമായില്ലേ? സോ ദിസ് ഡയബറ്റിസ് ഡേ നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം തീരുമാനിക്കാം, നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കുമെന്ന്.